ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കേസെടുക്കാൻ ഇഡിക്ക് കേന്ദ്രത്തിന്റെ അനുമതി. അന്വേഷണത്തിന് ഡെപ്യൂട്ടി ഡയറക്ടർ നേതൃത്വം നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയാകും ഇഡി ആദ്യം ചോദ്യം ചെയ്യുക. ഇതോടെ അന്വേഷണം വീണ്ടും ഉന്നതരിലേക്ക് നീങ്ങുകയാണോ? വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അന്വേഷണം ഇഡി ഏറ്റെടുക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷ. ഈ കവർച്ചയിൽ കേസെടുക്കാൻ ഇഡിക്ക് കേന്ദ്രം അനുമതി നൽകുമ്പോൾ ആ പ്രതീക്ഷ കൂടുതൽ സജീവമാവുകയാണല്ലേ? തീർച്ചയായും SIT അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നിഷ്പക്ഷമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കേസ് ശബരിമല സ്വർണ്ണ കവർച്ച കേസ്. അത്തരമുള്ള ഒരു കേസിൽ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകുമ്പോൾ ഇഡി ഡയറക്ടറിൽ നിന്നും പൂർണ്ണ അനുമതി തുടരന്വേഷണത്തിന് ലഭിക്കുമ്പോൾ അത് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്. കാരണം SIT അന്വേഷിച്ചപ്പോൾ അതിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നില്ല നടന്നത്. പല ഘട്ടങ്ങളിലും കോടതിക്ക് വിമർശനം ഉന്നയിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം 18-ാം തീയതി അടക്കം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ട് ഡിസംബർ 4-ാം തീയതിക്കപ്പുറം കേസ് വിശദമായി അന്വേഷണം നടന്നില്ല, പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും ആരിലേക്ക് എല്ലാമാണ് അന്വേഷണം എത്തേണ്ടത്, അവരിലേക്കൊന്നും നീളുന്ന അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല എന്ന ഏറ്റവും പ്രസക്തമായ ചില ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ, SITക്ക് മുന്നിൽ അന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു, ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിനുള്ള കേന്ദ്ര അനുമതിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ECIR രജിസ്റ്റർ ചെയ്തുള്ള തുടർ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഇൻ്റലിജൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അത് ED ഡയറക്ടർക്കാണ് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രമാദമായ കേസുകളിൽ ഒന്നാണ് സ്വർണ്ണ കവർച്ച. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. വിദേശത്തേക്ക് പണം പോകാനുള്ള സാധ്യതയുണ്ട്, വിദേശ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തന്നെയാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയുക എന്നതുകൊണ്ട് തന്നെ ഇഡിക്ക് കേസെടുത്ത് അന്വേഷിക്കാം എന്നൊരു റിപ്പോർട്ടായിരുന്നു അന്ന് ED ഡയറക്ടർക്ക് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ തന്നെ ഇക്കാര്യത്തിൽ അഡീഷണൽ ഡയറക്ടറോട് തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇവിടെ കഴിഞ്ഞ ദിവസം SIT 3 പേരിലേക്ക് കേസ് ഒതുക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ആസൂത്രണം നടത്തിയത് കേവലം 3 പേരാണ് എന്ന രീതിയിലുള്ള കണ്ടെത്തൽ കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതൊക്കെയും ചില ഉന്നതരെ സംരക്ഷിക്കാനില്ലേ എന്നുള്ള ചോദ്യമാണ് ആ ഘട്ടത്തിൽ ഉയർന്നത്. 3 പേരിലേക്ക് മാത്രം ഈ ഗൂഢാലോചനയും സ്വർണ്ണക്കവർച്ചയും ഒതുക്കാനുള്ള SITയുടെ നീക്കമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. പക്ഷേ കടകംപള്ളി അടക്കമുള്ള ഉന്നതർ പുറത്തുണ്ട്. അവരിലേക്ക് ചോദ്യശരങ്ങൾ എത്തിയിട്ടില്ല. ചില ചോദ്യം ചെയ്യൽ മുഖം രക്ഷിക്കാൻ നടന്നിട്ടുണ്ടെങ്കിലും അതിന് ശേഷം സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ അതും കെട്ടടങ്ങിയ ഒരു സാഹചര്യമാണ്, അവസ്ഥയാണ്. ഇവിടെയാണ് EDയുടെ കടന്നുവരവ് പൊതുസമൂഹത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നത്, അല്ലേ? തീർച്ചയായും SITയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അന്വേഷണം ചുരുക്കുക, അതായത് കോടതിയുടെ കണ്ണിൽ പൊടിയിടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശദമായൊരു അന്വേഷണം SITയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. KP പറഞ്ഞതുപോലെ തന്നെ 2-3 പേരിൽ ഒതുങ്ങുന്ന ഒരു അന്വേഷണം, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് അതിൽ ചുറ്റിപ്പറ്റി മാത്രം നടക്കുന്ന ഒരു അന്വേഷണം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ സഹായങ്ങൾ നൽകിയത്, ആരെല്ലാം ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയുടെ പങ്ക് പറ്റിയ ആളുകൾ ആരെല്ലാം, ഇത് അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ടുനിന്ന ആളുകൾ, അവർക്കതിനുള്ള ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ പ്രധാനമായും കണ്ടെത്തേണ്ട വിഷയങ്ങളാണ്. എന്നാൽ നിലവിൽ അതൊന്നും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല. പലപ്പോഴും അവർ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു SIT വ്യക്തമാക്കിയത്. അങ്ങനെയാണ് നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ ഒന്നും തന്നെ കൈമാറാൻ പോലും ഇക്കാര്യത്തിൽ SIT തയ്യാറായിരുന്നില്ല. അത് കോടതിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു രേഖകൾ, മൊഴികൾ, ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടുകൾ അടക്കം ED ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് പോലും SIT മടി കാണിച്ചതും തയ്യാറാകാതിരുന്നതിനും ഒരു കാരണമെന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ ഏത് വിധേനയും തടയുക എന്നത് തന്നെയാണ്. അതിന് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് KP പറഞ്ഞതുപോലെ സമഗ്രമായ ധൈര്യപൂർവ്വമുള്ള ഒരു അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തി കഴിഞ്ഞാൽ കുടുങ്ങുന്നത് വൻ സ്രാവുകളായിരിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഏതാനും ആളുകളിലേക്ക് ഈ അന്വേഷണം ചുരുക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ CBI അന്വേഷണത്തിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. മറ്റു മാർഗമില്ല. മാത്രമല്ല കോടതി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ CBI അന്വേഷണം എന്ന ആവശ്യം കോടതി തന്നെ ഉയർത്തിയാൽ അതിനുള്ള അനുമതി നൽകിയാൽ അതിവേഗത്തിൽ CBI അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര അനുമതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ അഡീഷണൽ ഡയറക്ടർ, അത് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സോണൽ ഓഫീസിലെ അഡീഷണൽ ഡയറക്ടറാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ECIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നിരവധി ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ സ്പർശിച്ചു പോയ ആളുകളുണ്ട്, നേരിട്ട് പങ്കാളികളായ മറ്റു നിരവധി ആളുകളുണ്ട്, ഈ മൊഴികളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യം EDയുടെ ആദ്യ പരിഗണന എന്ന് പറയുന്നതും ആദ്യമായി ED നടപ്പിലാക്കാൻ പോകുന്നതും എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. കേസെടുത്തതിന് പിന്നാലെ തന്നെ അതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നടത്തേണ്ടതുണ്ട്. ആ ഒരു ചോദ്യം ചെയ്യലിൽ തന്നെ സമഗ്രമായ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ സ്വർണ്ണ കവർച്ചയിൽ അധോലോക ബന്ധങ്ങളുണ്ട്, വലിയ തോതിൽ വിഗ്രഹമോഷണ സംഘങ്ങളുടെ ഇടപാടുകളുണ്ട്, രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങൾ ഇതിൽ പങ്കാളികളാകാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്താനും അതിനും EDയോ CBIയോ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ആവശ്യമാണ്. അവർക്ക് മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് SITക്ക് എല്ലാം തന്നെ പരിമിതികളുണ്ട്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല ഘട്ടത്തിലും CBIക്കോ EDക്കോ കടന്നു ചെല്ലാവുന്ന മേഖലകളിൽ SITക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അതൊരു സംസ്ഥാന പോലീസിന്റെ ഒരു ഉപവിഭാഗം എന്ന രീതിയിലോ പ്രത്യേക അന്വേഷണ സംഘം എന്ന രീതിയിലോ മാത്രം മാറുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ചട്ടക്കൂടിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. പരിമിതികൾ ഏറെയുള്ള ഒരു അന്വേഷണ ഏജൻസി SIT എന്നതുകൊണ്ട് ED അന്വേഷണം വരുന്നതോടുകൂടി ഈ ആളുകളെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോകും. നിരവധി ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിരവധി രേഖകൾ SITക്ക് ലഭിക്കാത്ത നിരവധി രേഖകൾ കൂടി കണ്ടെടുത്തുകൊണ്ടും ആ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയുമായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. EDയുടെ അന്വേഷണം പോറ്റിയിൽ നിന്നാണ് തുടങ്ങുക. ഡെപ്യൂട്ടി കമ്മീഷനാണ് ചോദ്യം ചെയ്യലുകൾക്ക് നടപടികൾക്ക് നേതൃത്വം വഹിക്കുക. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.